ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിൽ GCC രാജ്യങ്ങൾ ജിദ്ദയിൽ അസാധാരണ യോഗം ചേർന്നു. ഒപ്പക്കിൽ നിന്ന് UAE പുറത്തുപോയ പശ്ചാത്തലത്തിലാണ് ജിദ്ദയിൽ യോഗം. മേഖലയിലെ പ്രതിസന്ധിയിൽ ഒന്നിച്ചു നിൽക്കാൻ GCC രാജ്യങ്ങൾ തീരുമാനിച്ചു. ഇറാൻ യുദ്ധം വിപണിയിലുണ്ടാക്കിയ ആഘാതവും പ്രശ്നപരിഹാരത്തിനുള്ള ഗൾഫിന്റെ ശ്രമങ്ങളും ചർച്ചകൾ തുടരാനും യോഗത്തിൽ ധാരണയിലെത്തി. വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്തപ്പോൾ UAEയിൽ നിന്നും വിദേശകാര്യമന്ത്രിയാണ് യോഗത്തിന് എത്തിയത്. അഫ്താബ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അഫ്താബ്, ഈ യോഗത്തിൽ എന്തൊക്കെയാണ് ചർച്ചയാകുന്നത്? പ്രധാനമായും ഈ UAEയുടെ ഇറങ്ങിപ്പോക്ക് തന്നെയാണോ ചർച്ചയാകുന്നത്? ഇറാൻ യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായിട്ടാണ് GCC രാജ്യങ്ങളുടെ തലവന്മാർ ഒന്നിച്ചിരിക്കുന്നത്. നേരത്തെ സൗദിയിലേക്ക് ഖത്തർ അമീർ ഉൾപ്പെടെയുള്ളവർ സ്വകാര്യ സന്ദർശനത്തിനായി എത്തിയിരുന്നെങ്കിലും അദ്ദേഹം സൗദി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഉൾപ്പെടെ നടത്തിയിരുന്നെങ്കിലും ഇതാദ്യമായിട്ടാണ് GCC രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഈ യുദ്ധത്തിന് ശേഷം ഒന്നിച്ചിരിക്കുന്നത്. നേരത്തെ സൗദിയിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗമുണ്ടായിരുന്നു. അതിനു മുമ്പേ സെക്രട്ടറി തല യോഗങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഈ തരത്തിൽ രാഷ്ട്രത്തലവന്മാരുടെ യോഗം ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കൊരു പ്രാധാന്യം ഈ യോഗത്തിനുണ്ട്. പ്രത്യേകിച്ച് യുദ്ധം ഈ മേഖലയിൽ ഒന്നടങ്കം ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രത്യാഘാതം, ഒപ്പം തന്നെ അത് വാണിജ്യ വ്യാപാര മേഖലയിൽ സൃഷ്ടിച്ചുള്ള ആഘാതം, ഇതെല്ലാം തന്നെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിഹരിക്കുന്നതിനാണ് ഇപ്പോഴുള്ള മുൻഗണന. അതോടൊപ്പം ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് ഇനി സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിലും ഓരോ രാജ്യങ്ങളും അവരുടെ നിലപാട് ആവർത്തിക്കും. ഇതിൽ യോഗത്തിന് മുന്നോടിയായി തന്നെ ഖത്തർ അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സംഘർഷം കൂടുതൽ വ്യാപിക്കാതെ വേഗത്തിൽ അവസാനിപ്പിക്കണമെന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോർമൂസ് ഒരു സമ്മർദ്ദ തന്ത്രമായി, ഒരു ടൂളായി ഉപയോഗപ്പെടുത്തരുത് എന്നുള്ളൊരു കാര്യവും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് യോഗം ചേരുന്നതെന്നുള്ളൊരു കൗതുകം കൂടി യോഗത്തിനുണ്ട്. അതോടൊപ്പം ഇന്നലെ UAEയുടെ മുതിർന്ന ഉപദേശകർ, ഭരണകൂടത്തോടുള്ള മുതിർന്ന ഉപദേശകർ GCC രാജ്യങ്ങൾ യുദ്ധസമയത്ത്, അതായത് GCC കൗൺസിൽ ഒന്നടങ്കം വേണ്ട വിധം റിയാക്ട് ചെയ്തു എന്നൊരു സംശയം ഉന്നയിച്ച ഒരു പശ്ചാത്തലം കൂടി ഈ യോഗത്തിന് നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഒപ്പക്കിൽ നിന്നും, അതായത് എണ്ണ ഉൽപാദക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക്കിൽ നിന്നും UAE ഇന്ന് പുറത്തു പോയിട്ടുണ്ട്. അവർ പിൻവാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലെല്ലാമാണ് ഈ യോഗം ചേരുന്നതെന്നുള്ളൊരു കൗതുകം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നവരുടെ പ്രാധാന്യം കൂടി നോക്കുമ്പോൾ അതിൽ മറ്റൊരു രാഷ്ട്രീയമായ കൗതുകമുണ്ട്. പ്രത്യേകിച്ച് സൗദിയിൽ നിന്നും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ക്ഷണപ്രകാരമാണ് ഈ യോഗം ചേരുന്നത്. അതിൽ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഖത്തറിന്റെ അമീർ നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കുന്നു, ബഹ്റൈന്റെ രാജാവ് നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കുന്നു, കുവൈത്തിന്റെ കിരീടാവകാശി യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ UAEയുടെ പക്ഷത്തു നിന്നും വിദേശകാര്യ മന്ത്രിയാണ് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നത്. രാഷ്ട്രത്തിന്റെ തലവന്മാർ ആരെങ്കിലും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നില്ല. പകരം വിദേശകാര്യ മന്ത്രിയെയാണ് അവർ പറഞ്ഞയച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സ്വീകരിച്ചത് സൗദിയുടെ വിദേശകാര്യ മന്ത്രിയാണ്. ആ നിലക്കുള്ള ഒരു പ്രാതിനിധ്യത്തിലെ ഒരു വ്യത്യാസം കൂടി ഈ യോഗത്തിൽ ഒരു കൗതുകമായി നിലനിൽക്കുന്നുണ്ട്. അതിന് നേരത്തെ പറഞ്ഞ ഈ തരത്തിലുള്ള കാരണങ്ങൾ കൂടി ഒരു പശ്ചാത്തലമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ യുദ്ധം അല്ലെങ്കിൽ ഈ സംഘർഷം പെട്ടെന്ന് അവസാനിക്കൽ അവർക്ക് അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് ഈ പ്രശ്നം ഗൾഫ് മേഖലയുടെ സാമ്പത്തിക സാമൂഹിക മേഖലയിലെല്ലാം തന്നെ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഈ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോകണമെന്നുള്ളതാണ് ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെയും ഹോർമോസ് ഉൾപ്പെടെയുള്ള മേഖലകൾ യുദ്ധത്തിന് മുൻപേ എങ്ങനെയായിരുന്നോ ആ തരത്തിൽ തുറക്കാതെ ഈ യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഗൾഫ് രാജ്യങ്ങൾ കൃത്യമായും അമേരിക്ക ഉൾപ്പെടെയുള്ള അവരുടെ സഖ്യത്തിനോട് കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. കാരണം ഹോർമോസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉപരോധം ഉൾപ്പെടെ ഗൾഫ് മേഖലയിൽ വലിയ തോതിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ സൗദി അറേബ്യക്ക് ബദൽ മാർഗങ്ങൾ ചെങ്കടൽ വഴി ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്. പക്ഷേ മറ്റു രാജ്യങ്ങളുടെ സ്ഥിതി അതല്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഇത് സൃഷ്ടിച്ച ആഘാതം ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തമാണ്. ചില GCC രാജ്യങ്ങളിൽ വലിയ തോതിൽ ആക്രമണം കൃത്യമായി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ നിലപാടുകൾ ശക്തമായി തന്നെ ഈ യോഗത്തിൽ ഉന്നയിക്കും. ഈ യോഗത്തിന് ശേഷം പ്രത്യേകിച്ച് വിവിധ രാജ്യങ്ങളുടെ തലവന്മാരുമായി പ്രത്യേക കൂടിക്കാഴ്ചകളും സമാന്തരമായി തന്നെ നടക്കുകയും ചെയ്യും. ഈ തരത്തിൽ യുദ്ധം തുടങ്ങിയ ശേഷം GCC രാജ്യങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒന്നിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സാമ്പത്തികമായിട്ടുണ്ടായ ഈ പ്രത്യാഘാതങ്ങൾ എങ്ങനെ നേരിടണം എന്നതും ഇനി ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോക്കിൽ ഏതെല്ലാം തരത്തിൽ തീരുമാനമെടുക്കുമ്പോഴും പരസ്പരം
ചർച്ച ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം കൂടി ഈ യോഗം അടിവരയിടുന്നുണ്ട്. ആ നിലക്കെല്ലാം രാഷ്ട്രീയമായ പ്രാധാന്യം ഇതുണ്ട്. ഒപ്പക്കിൽ നിന്നും UAE പിൻവാങ്ങിയ ഒരു പശ്ചാത്തലം ഇതിനുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലുള്ള പ്രാതിനിധ്യങ്ങളും ആ നിലക്കെല്ലാം വരും ദിനങ്ങളിൽ ചർച്ചയാകാനും ഇടയുള്ളതാണ്. ഈ തരത്തിൽ ഇറാൻ യുദ്ധം, ഈ സംഘർഷം മേഖലയിൽ ഉണ്ടാക്കിയ ആഘാതം ലഘൂകരിക്കാൻ ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ യോഗത്തിൽ എന്ത് നിലപാടായിരിക്കും അവർ പരസ്യമായി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായിരുന്നാലും ഇതിൽ ആഭ്യന്തരമായിട്ടുണ്ടാകുന്ന വലിയ തോതിലുള്ള വിമർശനങ്ങൾ പരസ്യമായി സാധാരണ പ്രസ്താവനകളായി പുറത്തു വരാറില്ല. പക്ഷേ ഈ യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ പ്രസ്താവനയായി തന്നെ പുറത്ത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം.